ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. രണ്ട് പെൺമക്കളാണ്. മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് അഗെയിൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റെഫാൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ഈ വ്ളോഗ് വരുമ്പം എപ്പോഴാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ബർത്ത്ഡേ വന്നിട്ട് വേറൊരു ദിവസമാണ്. പക്ഷെ അന്ന് ഓഫ് ഇല്ലാത്ത കാരണം ഇന്ന് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാണ്. സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് സ്റ്റെഫാൻ. എനിക്ക് അറിയില്ല എന്താ പറയുക, നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ്. ഈവനിങ് ആയി, എന്നാലും നല്ല വെയിലുണ്ട്. കണ്ടോ, ഈവനിങ് ആയാലും നല്ല വെയിലാണ്. എനിവേസ് നമ്മളിപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ടെന്നേ റെഡി ആവാൻ പോവുകയാണ്. സോ അതിന് മുന്നേ ഞാൻ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വരും. കാരണം റെഡിയായ ശേഷം ചിലപ്പോൾ ധൃതിയിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കിനി ഇപ്പോൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ റെഡിയായ ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കേണ്ട ഒരു ഇതിലായിരുന്നില്ല. ബിക്കോസ് നോട്ട് കീപ്പിംഗ് വെൽ. എന്താ പറയുക, വലിയ സുഖമില്ല എന്ന് ഇടുപ്പ് വേനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഒരു മൂഡിലായിരുന്നില്ല വ്ളോഗ് ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. സോ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മുടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആയ ശേഷം കാണാം. ഓക്കെ, അപ്പോൾ കാണാം. സോ ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ ഏട്ടൻ മെയിൽ കഴുകിക്കൊണ്ടിരിക്കുക. സോ ഏട്ടനും കൂടെ റെഡിയായ ശേഷം ഇവിടെ നിന്ന് ഇറങ്ങണം. സ്റ്റെന്ന വരുന്നതായിരിക്കും. സ്റ്റെന്നയുടെ ഒപ്പമാണ് ഞങ്ങൾ പോണത്. എന്താ പറയുക, കേക്ക് പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. സോ കേക്ക് പിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ കേക്ക് പിക്ക് ചെയ്തിട്ട് സ്റ്റെന്ന വരും. സോ പോണ വഴിക്ക് നമ്മളങ്ങനെ കയറി പോകേണ്ടതായിരിക്കും. ഓക്കെ, വേറെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇന്ന് എല്ലാവരും ഒരു എന്താ പറയുക, വൈറ്റ് തീമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഒരു ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, ഒരു വൈറ്റ് ഫ്രോക്ക്. ഓക്കെ, സോ ഞാൻ ഈ ഫ്രോക്ക് ഇടണം തന്നെയാണ് വിചാരിച്ചതെന്ന് പോകുമ്പം. പക്ഷേ എന്തായാലും തീമും കൂടെ ആയപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ വൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗായി കാണിച്ചു തരാം. ഓക്കെ നോക്കണം. സോ ഇത് നമ്മുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അതെൻ്റെ ബാഗ്. ഏട്ടൻ റെഡിയുണ്ട്. എവിടെ ഏട്ടൻ? എന്നെ കോൾ ചെയ്യാൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ ഷെഫാൻ്റെ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ, കേക്കും പിടിച്ചിട്ട്. സോ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉള്ളിൽ കയറ്റി നമുക്ക് അവിടെ ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് സമയം കിട്ടണം. സോ എന്തോ ഒരു നുണ പറഞ്ഞ് ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, ഉള്ളിൽ റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവൾ ഉള്ളിലിരിക്കുന്ന നേരം ഞാനും സ്റ്റെന്നയും കൂടി നമ്മൾ ആ ഹോളിൽ തന്നെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പിന്നെ സ്റ്റെന്നയാണ് ഡെക്കറേഷനിലുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടാക്കിയത്. എല്ലാം ഹാൻഡ് മെയ്ഡായിരുന്നു കേട്ടോ. കാരണം അത് കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം. ഞാനും സ്റ്റെന്നയും കൂടെ നല്ല ഞാനിപ്പോൾ സൗണ്ട് ഇവിടെ വോയിസ് ഓവർ ഇടാൻ കാരണം തന്നെ എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾക്ക് സൗണ്ട് ഇടാൻ പറ്റില്ലല്ലോ, ഉള്ളിൽ ആളുണ്ട്. അപ്പോൾ നമ്മളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പൊട്ടിപ്പോവും. അപ്പോൾ അത് കാരണം അതാണ് ഞാനിപ്പോൾ വോയിസ് ഇടാൻ കാരണം കേട്ടോ. സോ ഞങ്ങളങ്ങനെ അവിടെ ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്ത് അല്ല ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് അത് റെഡിയാക്കി. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയേണ്ടതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റെഫാനിക്കൊരു ഐഡിയ ഇല്ലേ നമ്മളിവിടെ പുറത്തിരുന്ന് ഈ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സോ ഈ വീഡിയോ കാണുമ്പോഴേ അവൾക്ക് അറിയില്ലോ അന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് അവൾ ഉള്ളിലിരിക്കുമ്പം. പിന്നെ മമ്മി ഉള്ളിലുണ്ട്. സോ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ ബർത്ത്ഡേ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാക്കി മാറ്റിയത്. ഓക്കെ,
അങ്ങനെ നമ്മൾ ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. സോ അവൾ പുറത്ത് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സോ അതാണ് നമ്മൾ ജസ്റ്റ് ടേബിളും അവിടെയൊക്കെ വെച്ച് കേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പുറത്ത് വരാൻ നിൽക്കുകയായിരുന്നു. സാധാരണ എല്ലാവരും സൈഡിലേക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇനി നിങ്ങൾ അടുത്ത ഇത് കാണും കേട്ടോ, അവൾ വന്ന ശേഷമുള്ളത്. ഓക്കെ. അങ്ങനെ സ്റ്റെഫാനി റെഡിയൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ആസ്തറ്റിക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ ധൃതിയിലായിരുന്നു കേട്ടോ, കേക്ക് കട്ട് ചെയ്യണം മുന്നേ. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പിന്നെ വീഡിയോ കോള് ഫാമിലിയൊക്കെ ഇങ്ങനെ വിളിച്ച് നമ്മൾ എല്ലാവരും ഗ്യാദർ ചെയ്ത ശേഷം കേക്ക് കട്ടിങ് ചെയ്യാതെ വെച്ചിട്ട് അതിൻ്റെ പുറപ്പാടിലായിരുന്നു. സോ നിങ്ങൾ അടുത്തത് എൻജോയ് ചെയ്യൂ. ഓക്കെ. നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിക്കാൻ പറയാൻ ഒന്നുമില്ല, ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചാണ് അല്ലേ. ആൻറ്റി ഇവിടെ ബാക്കിൽ എന്തോ ചെയ്യുന്നത്. ആൻറ്റി ഒരു ഹായ് പറയൂ. ആൻറ്റി കേക്ക് കയറ്റിയ ഒരു ഹായ് പറയൂ. ഞാനേ വീഡിയോ എടുത്തതാ. ഹായ്. എന്താ ആൻറ്റി പറയാനുള്ളത്? ഇന്ന് സ്റ്റെഫാൻ്റെ ബർത്ത്ഡേ, അന്ന് സ്റ്റെല്ലയുടെ ബർത്ത്ഡേ.
സ്റ്റെഫാനി എൻ്റെ മൂത്ത മോള്. 2 പെൺമക്കളാണ്. മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ആഘോഷിച്ചു. ഇവർ സ്നേഹയും അഭിജിത്തും നാട്ടിൽ പോകുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ നേരത്തെ സെലിബ്രേറ്റ് ചെയ്തു. അതെ, ശരിക്കും 6-ാം തീയതി. ശരിക്കും സെപ്റ്റംബർ 6-നാണ്. നമ്മൾ നേരത്തെ എല്ലാവരും കൂടെ ഒന്ന് ആഘോഷിച്ചു. സന്തോഷമായോ? വളരെ സന്തോഷം. ഓക്കെ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. കൈത്തൂൺ റെസ്റ്റോറൻറ്റ് കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോണേ. പക്ഷെ അങ്ങനെ പോയി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ. സോ അവിടേക്ക് ഫുഡും കാര്യങ്ങളുടെയും ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഫൈനലി നമ്മൾ റൂമിലെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല ടയേർഡായി. ഇനിയിപ്പോൾ ഉറങ്ങണം. പിന്നെ വേറെ എന്താ, ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞി വ്ളോഗ്. ഓവർ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഒരു കുഞ്ഞിയൊരു വ്ളോഗ്. ഓവർ ലോങ് ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓവർ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എന്നാലും ഉള്ള ക്ലിപ്സ് വെച്ച് ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയതായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ശരി. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. ബൈ.